ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണാമല്ലോ. 3 charges minus q1 plus q2 minus q3 are placed as shown in the figure. Figure ഉണ്ട്. The x component of the force on minus q is proportional to എന്നാണ്. ഈ ഫിഗറും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പേടിച്ചു പോകും. ഒന്നുമില്ല, ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ചോദിച്ചിരിക്കുന്ന ആദ്യം നോക്കുക, എക്സ് കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഓൺ മൈനസ് ക്യൂ. മൈനസ് ക്യൂ എന്ന ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ്. ഫോഴ്സ് ഒരു വെക്ടറാണ്, അതിന് എക്സ് കമ്പോണന്റും ഉണ്ടാവും, വൈ കമ്പോണന്റ് ഉണ്ടാവും. നമ്മൾ എന്തിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി? എക്സ് കമ്പോണന്റ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ് കമ്പോണന്റിനെ പറ്റി മാത്രമാണ്. എങ്ങനെയാണ് ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് മൈനസ് ക്യൂ വൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. കൂളംസ് ഫോഴ്സ് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഒരു ചാർജ് അട്രാക്ട് ചെയ്യുകയും റിപ്പൽ ചെയ്യുകയും ചെയ്യും. മൈനസ് ക്യൂ വൺ പ്ലസ് ക്യൂ ടു കാരണം അട്രാക്ട് ചെയ്യും അല്ലേ, എലോങ് ക്യൂ ടു. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ ഫോഴ്സിനെ F1 എന്ന് വിളിച്ചു. ഓക്കെ, ഈ ഫോഴ്സ് എന്താണ്? F1. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മൈനസ് ക്യൂ വൺ മൈനസ് ക്യൂ ത്രീ കാരണം അട്രാക്ട് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ മൈനസ് ക്യൂ ടു മൈനസ് ക്യൂ ത്രീയെ പേടിച്ച് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആ ഫോഴ്സിനെ ഞാൻ എന്ത് വിളിച്ചു? F2 എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ഈ വൈ ആക്സിസിനെ നമുക്ക് പതുക്കെ ഇങ്ങോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ വൈ ആക്സിസ് ഞാൻ പതുക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആണല്ലോ. F2വിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും. F2വിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ഇത്. F2വിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇങ്ങനെയും വരും. അപ്പൊ ഇത് F2 ആണെങ്കിൽ ഈ കമ്പോണന്റ് അതിന്റെ അഡ്ജസന്റ് കമ്പോണന്റ് അല്ലേ, കോസ് തീറ്റ അല്ലേ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഈ കമ്പോണന്റ് ആരായി? F2 കോസ് തീറ്റ. ഈ കമ്പോണന്റ് ആരായി? F2 സൈൻ തീറ്റ. എക്സ് കമ്പോണന്റ് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എക്സ് കമ്പോണന്റിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ആരൊക്കെയാ? F1ഉം F2 സൈൻ തീറ്റയും. അപ്പൊ നമുക്ക് നോക്കാം. F1 പ്ലസ് F2 സൈൻ തീറ്റ ആണ് എക്സ് കമ്പോണന്റ്. F1 പ്ലസ് F2 സൈൻ തീറ്റ അല്ലേ. അപ്പൊ രണ്ടും ആഡ് ചെയ്തത് സെയിം ഡയറക്ഷൻ കൊണ്ടാണ്. ആൻസറിൽ ഒരു തീറ്റ സൈൻ തീറ്റ വന്നിട്ടില്ലേ? നേരെ ഓപ്ഷനിലേക്ക് നോക്കുക. ഇവിടെ പ്ലസ് വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പ്ലസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഞാൻ ക്യാൻസൽ ചെയ്തു. ഇവിടെ പ്ലസ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ സൈൻ തീറ്റയാണോ? അല്ല. ഏതാ? കോസ് തീറ്റ. അപ്പൊ അതും ഞാൻ ക്യാൻസൽ ചെയ്തില്ലേ. പിന്നെ ആകെ ഒരു ആൻസർ അല്ലേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ സി, Q2 ബൈ ബി സ്ക്വയർ. കാരണം F1 എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അതാരാണ്? ബി. F1 എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 ബൈ ബി സ്ക്വയർ. F2 എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q3 ബൈ ബി സ്ക്വയർ. ഓക്കെ, ഇത് ബി സ്ക്വയറും ഇത് എ സ്ക്വയറും. അപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ല. കാര്യം ഫോഴ്സ് പ്രപ്പോർഷണൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ F പ്രപ്പോർഷണൽ ടു Q1 Q2 ബൈ ആർ സ്ക്വയർ. സോ ദിസ് ഈസ് Q1 Q2 ബൈ ബി സ്ക്വയർ. ദിസ് ഈസ് Q1 Q3 ബൈ എ സ്ക്വയർ. അപ്പോൾ നമുക്ക് നോക്കിയേ, പ്രപ്പോർഷണൽ ടു Q2 ബൈ ബി സ്ക്വയർ പ്ലസ് Q3 ബൈ എ സ്ക്വയർ സൈൻ തീറ്റ. വളരെ സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പുകളൊന്നും എഴുതി പ്രോബ്ലം ചെയ്യേണ്ട കാര്യമില്ല. നല്ലപോലെ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത തിയറി എന്തൊക്കെയാണ്? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിലേക്ക് അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് ചാർജ് കാരണം റിപ്പൽ ചെയ്യും. അപ്പോൾ 2 ഡയറക്ഷൻ വരച്ചു. റിസോൾവും ചെയ്തു. കോസ് വേണ്ട, എക്സ് കമ്പോണന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ F1ഉം കിട്ടി F2ഉം കിട്ടി. 2 ഒരേ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ പ്ലസും വന്നു, സൈൻ തീറ്റയും വരുന്നു. അങ്ങനെ ആകെ ഒരു ഓപ്ഷൻ ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. Q3 ബൈ ബി സ്ക്വയർ നമ്മൾ നോക്കേണ്ട പോലും ഇല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 അത് ശ്രദ്ധിക്കാം. 2 identical charged spheres suspended from a common point by 2 massless strings of length L are initially at a distance d apart because of their mutual repulsion. 2 ചാർജ് സ്പിയറുകൾ ഒരു കോമൺ പോയിന്റിന് സസ്പെൻഡ് ചെയ്യുന്നു. ഒരു പെൻഡുലം നോക്കുക. നമ്മുടെ സ്ട്രിങ് ഒരു പെൻഡുലം. ഓക്കെ,
അതേപോലെ ഒരു സ്ട്രിങ് പിന്നെ ഒരു പെൻഡുലം. ഈ ഒരു പെൻഡുലം, രണ്ട് പെൻഡുലം, ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പെൻഡുലം ഇവിടെ, അതിന് പുറകിൽ വേറൊരു പെൻഡുലം. എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ആ രണ്ട് പെൻഡുലത്തിൻ്റെ ബോബുകളുടെയും ചാർജ് സെയിം ആണെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ റിപ്പൽഷൻ കാരണം അത് ഇങ്ങനെ വൈഡ് ആവും. സോ ഇങ്ങനെ വൈഡ് ആവും. അതാണ് അവർ പറയുന്നത് ആർ ഇനിഷ്യലേറ്റഡ് ഡിസ്റ്റൻസ് d apart because of their mutual repulsion. The charge begins to leak from both spheres. ഈ സ്പിയറിൽ നിന്ന് ചാർജ് ലീക്ക് ചെയ്ത് പോകുന്നു. ലീക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവരിങ്ങനെ തന്നെ നിന്നേനെ. പക്ഷെ ലീക്ക് ചെയ്യുന്നത് കൊണ്ട് അവർ അടുത്തേക്ക് വരും. As a result, spheres approach each other with a velocity v. സോ ആദ്യം ഇങ്ങനെ ഇരുന്നു, റിപ്പൾഷൻ കാരണം ഇങ്ങനെ വന്നു, ഇവിടുന്ന് ചാർജ് ലീക്ക് ചെയ്തു, അപ്പോൾ പതുക്കെ പതുക്കെ അടുക്കാൻ തുടങ്ങി. ആ വരുന്ന വെലോസിറ്റി v. ദ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് എക്സ് ബിറ്റ്വീൻ ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് എക്സ് ബിറ്റ്വീൻ ദം, അതായത് ഈ പറയുന്ന വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതായത് ഈ സ്പിയറുകൾ അടുത്തേക്ക് വരികയാണ്, ആ അടുത്തേക്ക് വരുന്ന വെലോസിറ്റിയാണ് എന്ത്? v. അതെങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ബന്ധം? ആദ്യത്തെ ഡിസ്റ്റൻസ് d ആയിരുന്നു, അടുത്തടുത്ത് വരുന്നതോറും d കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് എക്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്പിയറുകൾ മ്യൂച്വൽ റിപ്പൾഷൻ കാരണം അകന്നു പോയി, ചാർജ് ലീക്ക് ചെയ്തപ്പോൾ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. വരുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്, അത് v ആണ്. ആ v ഈ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ പോവാണ്. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? അപ്പം ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ഇതൊരു റെഫറൻസ് ലൈനിൽ ഇരുന്നോട്ടെ. രണ്ട് പെൻഡുലം അല്ലെങ്കിൽ ചാർജ് സ്പിയറുകൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഡയഗ്രമാണ് വരയ്ക്കുന്നത്. സെയിം മാസും സെയിം ചാർജും ആയതുകൊണ്ട് അവർ രണ്ടുപേരും ഈക്വലി ഡൈവേർട്ട് തീറ്റ. ഈ ഡിസ്റ്റൻസ് x/2, ഈ ഡിസ്റ്റൻസ് x/2, മൊത്തം ഡിസ്റ്റൻസ് x ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്പിയറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നോക്കാം. ഒന്ന്, ഈ സ്പിയറിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. ഈ സ്പിയറിലെ ചാർജ് Q ആണ്, ഈ സ്പിയറിലെ ചാർജും Q ആണ്. ഈ സ്പിയറിൽ എങ്ങനെയാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതേ ഫോഴ്സുകളൊക്കെ തന്നെ ഇതിലും ആക്ട് ചെയ്യും. അപ്പോൾ ഒരെണ്ണം മാത്രം തൽക്കാലം എടുക്കുക. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഈ സ്പിയർ കാരണം പേടിച്ച് റിപ്പൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെ ഞാൻ എന്ത് വിളിച്ചു? എഫ് എന്ന് വിളിച്ചു. ഓക്കെ, അതിനെന്ത് വിളിച്ചു? എഫ്. എഫിൻ്റെ ഫോർമുല എന്താ? കെ Q1 Q2, ഇവിടെ Qവും ഇവിടെ Qവും, ഡിവൈഡ് ബൈ സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് x/2 + x/2 x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² കിട്ടി. ഇത്രയും കിട്ടി. ഇനി ഒരു സ്ട്രിങ്ങിൽ ഒരു ബോബ് തൂക്കിയിട്ടിരിക്കുമ്പോൾ ആ സ്ട്രിങ് അങ്ങനെ ആ ബോബ് അങ്ങനെ നിൽക്കണമെങ്കിൽ ആ ബോബിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പുള്ളിങ് ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ടെൻഷൻ. സോ ടെൻഷൻ ഈസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. ടി. ഈ ടീനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിളും തീറ്റയാണ്. അപ്പോൾ ഇതാരായി? ടി കോസ് തീറ്റ. ഇതാരായി? ടി സൈൻ തീറ്റ. ലെറ്റ് us assume the bob remains stationary for a very small time. സ്റ്റേഷനറി ആണെന്ന് വിചാരിച്ചാൽ ഫോഴ്സുകൾ ബാലൻസ്ഡ് ആവണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. ടി സൈൻ തീറ്റയെ ആര് ബാലൻസ് ചെയ്യുന്നു? ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ആണ്. ടി കോസ് തീറ്റയെ ആര് ബാലൻസ് ചെയ്യുന്നു? എം ജി ബാലൻസ് ചെയ്യുന്നു. നമ്മൾ ഇവരെ രണ്ടിനെയും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി? ടാൻ തീറ്റയായി. ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? f/mg വന്നു. ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? f/mg. ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്തു. നമുക്കിത് അവസാനം ഇതിൻ്റെ ആൻസറിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് വരികയാണ്. ടാൻ തീറ്റ, ഈ ചെറിയ ട്രയാങ്കിൾ നോക്കുക. ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്.
പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് റിപ്പൽഷൻ കാരണം ഇതുണ്ടാക്കുന്ന വളരെ ചെറിയ ആംഗിളാണ്. കാര്യം ക്വസ്റ്റ്യനകത്ത് ഡി വെരി 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 സ്മോൾ ആസ് കമ്പയർഡ് ടു എൽ എന്ന് എഴുതിയിരുന്നു. സോ ടാൻ തീറ്റ എന്ന് പറയുന്ന ടേമിനെ ഞാൻ സൈൻ തീറ്റ എന്ന ടേമിലേക്ക് മാറ്റും. ടാൻ തീറ്റ എന്ന ടേമിന് ഞാൻ എന്തെഴുതും? സൈൻ തീറ്റ. ബിക്കോസ് തീറ്റ വളരെ വളരെ ചെറുതാണ്. വളരെ ചെറുത് മീൻസ് 5 ഡിഗ്രിയേക്കാളും താഴെയുള്ള ആംഗിൾ, സ്മോൾ ആംഗിളുകളാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ തീറ്റ. സോ ടാൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? സൈൻ തീറ്റ. സോ വാട്ട് ഈസ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ടാൻ തീറ്റയ്ക്ക് പകരം ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? x/2. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? സ്ട്രിങ്ങിന്റെ ലെങ്ത്. അപ്പോൾ എന്താണ് ഫോർമുല? x/2l. അപ്പോൾ ഈ കൺസെപ്റ്റ് മറക്കണ്ട. തീറ്റ വളരെ ചെറുതാണ് എന്ന് അസ്യൂം ചെയ്യണം. അതുകൊണ്ടാണ് d. What is d? The separation distance is very 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 small as compared to l എന്ന് പറയുന്നിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കണം തീറ്റ is very very small. അല്ലെങ്കിൽ ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്നല്ലേ വരുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തീറ്റ വളരെ ചെറുതാക്കി ഇവിടെ എടുക്കുക. അപ്പോൾ ടാൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു x/2l. അങ്ങനെയാണെങ്കിൽ x/2l ഇസ് ഈക്വൽ ടു f/mg. f/mg. f ആരാ? kq² ബൈ x² ഇൻറ്റു mg. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ഈ x² ഇങ്ങോട്ട് മത്തിയാൽ അപ്പോൾ എന്ത് വന്നു? x³ എന്ന് വന്നു. x³ ഈക്വൽ ടു എന്ത് വന്നു? 2l kq² ബൈ mg എന്ന് വന്നു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ വന്നു. x³ ഈസ് ഈക്വൽ ടു 2l kq² ബൈ mg എന്ന് വന്നു. ഇതിനകത്ത് കോൺസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, l ഒരു കോൺസ്റ്റൻ്റ് ആണ്, k ഒരു കോൺസ്റ്റൻ്റ് ആണ്, m ഒരു കോൺസ്റ്റൻ്റ് ആണ്, g ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ എൻ്റയർ ടേം ഒരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ അതിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കാം. x³ പ്രപ്പോർഷണൽ ടു ഈ എൻ്റയർ ടേമിനെ ഞാനൊരു കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു. സോ x³ പ്രപ്പോർഷണൽ ടു വാട്ട്? q². x³ പ്രപ്പോർഷണൽ ടു എന്ത് കിട്ടി? q² എന്ന ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇതൊരു പഴയ IIT ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ വളരെ ഓരോ കൺസെപ്റ്റ് പഠിപ്പിക്കുകയാണ്. കാര്യം ചെറിയ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് എല്ലാ കൺസെപ്റ്റും പറയുന്നത്. അപ്പോൾ x³ പ്രപ്പോർഷണൽ ടു എന്ത് വന്നു? q² എന്ന് നമുക്ക് വന്നു. പക്ഷെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്താണ്? വെലോസിറ്റി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. വീഡിയോ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണണം. അപ്പോൾ നമ്മൾ ഇനി മാത്രമാണ് എടുക്കുന്നത്. x³ പ്രപ്പോർഷണൽ ടു q². ഓർത്ത് വയ്ക്കുക. അപ്പോൾ x³ പ്രപ്പോർഷണൽ ടു q² എന്നല്ലേ നമ്മൾ എഴുതിയത്. ഞാനവിടെ വീണ്ടും എഴുതുവാണ്. x³ പ്രപ്പോർഷണൽ ടു q², അല്ലെങ്കിൽ q² പ്രപ്പോർഷണൽ ടു x³. അങ്ങനെയാണെങ്കിൽ q പ്രപ്പോർഷണൽ ടു x⁻³ എന്ന് എഴുതാം. q പ്രപ്പോർഷണൽ ടു x⁻³. ചോദിച്ചിരിക്കുന്ന വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. വെലോസിറ്റി ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവനെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിസ്പ്ലേസ്മെന്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴല്ലേ വെലോസിറ്റി കിട്ടുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് വിത്ത് ടൈം. അപ്പോൾ ഇതാരായി? dq/dt പ്രപ്പോർഷണൽ ടു x⁻³ 3/2 ഇൻറ്റു x⁻³ -1. x⁻³ -1 which becomes 3/2 -1. 3/2 -1 അല്ലേ? 3/2 1.5 ആണ്. 1.5 -1 എത്രയാ? 0.5. ദാറ്റ് ഈസ് 1/2. x⁻² 1/2. കഴിഞ്ഞില്ല. അപ്ലൈയിങ് ചെയിൻ റൂൾ. എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെ എഴുതണം. dx/dt. അപ്പോൾ ഇത് നോക്കാം.
വളരെ ഇമ്പോർട്ടൻറ്റ്. ഡി ക്യൂ ബൈ ഡി ടി. എന്താ ഡി ക്യൂ ബൈ ഡി ടി? ഒരു പർട്ടിക്കുലർ സമയത്തിന് പർട്ടിക്കുലർ ചാർജ്. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചാർജ് ബിഗിൻസ് ടു ലീക്ക് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് എന്ന്. ചാർജ് ബിഗിൻസ് ടു ലീക്ക് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. സോ ഡി ക്യൂ ബൈ ഡി ടി ഈസ് റേറ്റ് ഓഫ് leakage of charge, rate of leakage of charge, but that is a constant. So dq by dt should be given as a constant. So dq by dt is a constant proportional to ബാക്കി എഴുതിയാൽ 3/2 x raised to 1/2 can be written as root x. dx by dt can be written as velocity. കണ്ടല്ലോ ഇക്വേഷനിൽ പെട്ടെന്ന് ആര് കയറി വന്നു? വെലോസിറ്റി. 2 k പ്രപ്പോർഷണൽ ടു എന്നാണ് വന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 2k by 3 root x proportional to v. k is a constant, 2 is a constant, 3 is a constant, entire term is a constant, which means 1 by root x proportional to velocity or velocity proportional to 1 by root x. Equation ഉണ്ടോ? Velocity proportional to 1 by root x. Velocity proportional to x തെറ്റാണ്. Velocity proportional to root x തെറ്റാണ്. Velocity proportional to x raised to -1 is 1 by x അതും തെറ്റാണ്. അപ്പോൾ ഏതാ ഉത്തരം? ഓപ്ഷൻ ബി. Velocity proportional to x raised to -1/2 that is 1 by root x. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരിക്കലും നീറ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിനോ ഒന്നും ചോദിക്കില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് റിവൈൻഡ് ചെയ്താൽ ചാർജ് റിപ്പൽ ചെയ്യുന്നു അല്ലേ? ഡ്യൂ ടു റിപ്പൽഷൻ. ചാർജ് റിപ്പൽ ചെയ്യാണ്. റിപ്പൽഷൻ കാരണം ചാർജ് എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് ഡീവിയേറ്റ് ചെയ്തു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നമുക്ക് ആ ചാർജുകൾക്ക് ലീക്കേജ് ഉള്ളതുകൊണ്ട് അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ വെക്റ്റർ കണ്ടീഷൻസ് ഉപയോഗിച്ച് റിസോൾവ് ചെയ്യേണ്ടി വന്നു. ടെൻഷനെ റിസോൾവ് ചെയ്തു. പിന്നെ എം ജി താഴോട്ട് ആക്ട് ചെയ്യുന്ന കണ്ടീഷൻ എടുത്തു. അതുമാത്രമല്ല ഈ ചാർജ് മറ്റൊരു ചാർജ് കാരണം റിപ്പൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഫോഴ്സും നമ്മൾ എടുത്തു. അപ്പോൾ ടെൻഷൻ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. ടി കോസ് തീറ്റ, ടി സൈൻ തീറ്റ. പിന്നെ ഒരു എഫ് ഉണ്ടായിരുന്നു, എം ജി ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ എഴുതി. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം ജി എന്ന് എഴുതി. ഇനി തീറ്റ വളരെ ചെറുതാണെന്നൊരു അസംഷൻ നമ്മൾ അതിന് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പുതിയൊരു സംഭവം പറഞ്ഞു. തീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ തീറ്റ. അങ്ങനെ നമ്മൾ സൈൻ തീറ്റ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി. എന്നിട്ട് കോൺസ്റ്റൻസിനെയൊക്കെ മാറ്റിയിട്ട് പ്രപ്പോർഷണാലിറ്റി ഇട്ടു. എന്നിട്ട് നമ്മളൊരു ഫൈനൽ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചു. എക്സ് ക്യൂ പ്രപ്പോർഷണൽ ടു ക്യൂ സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ഐഡിയയെ പറ്റി ചിന്തിച്ചു. എന്തുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ഐഡിയയെ പറ്റി ചിന്തിക്കേണ്ടി വന്നു? ക്വസ്റ്റ്യനിൽ വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി കിട്ടണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മളിത് നന്നപോലെ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പഠിക്കുമ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എൻട്രൻസിൻ്റെ ഒരു മെത്തേഡ് പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് നോക്കാം. 2 പോയിന്റ് ചാർജ് +16 കൂളംബ് ആൻഡ് -9 കൂളംബ് 8 സെൻറ്റിമീറ്റർ എയറിൽ എപ്പാർട്ടാണ്. 8 സെൻറ്റിമീറ്റർ മാറിയിരിക്കുന്നു. നമ്മൾക്ക് ഡിസ്റ്റൻസ് അറ്റ് എ പോയിന്റ് ഫ്രം -9 കൂളംബ് അറ്റ് വിച്ച് ദ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം +16 കൂളമ്പോ -9 കൂളമ്പോ ഉണ്ട്. അത് ആ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആവണം. എന്ന് വെച്ചാൽ നൾ പോയിന്റ് കണ്ടുപിടിക്കണം. നൾ പോയിന്റ് മീൻസ് എ പോയിന്റ് വേർ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഓൾ ദ ചാർജസ് ബിക്കം 0. ഇവിടെ എത്ര ചാർജ് ഉണ്ട്? 2 ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്കത് വരയ്ക്കണം. നമുക്ക് നോക്കാം. ദാ 16 കൂളംബ് -9 കൂളംബ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആവണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ഇവിടെ വരും. ഇലക്ട്രിക് ഫീൽഡ് 0 ആവണം എന്ന് വെച്ചാൽ ആ പോയിന്റിൽ നിങ്ങളൊരു ചാർജ് കൊണ്ടുവച്ചാൽ ആ ചാർജ് അനങ്ങാൻ പാടില്ല. കാര്യം ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ ഫോഴ്സ് 0 അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സ്ഥലത്തൊരു ചാർജ് വെച്ചാൽ ദാറ്റ് ചാർജ് വിൽ നെവർ എക്സ്പീരിയൻസ് എനി ഫോഴ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ചെറിയൊരു ചാർജ് വെക്കണം. ചാർജ് ഇവിടെ 2 എടുത്ത് വയ്ക്കാം. ഒന്ന് ഇൻ ബിറ്റ്വീൻ 2 ചാർജസ്,
അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ചാർജ്. എവിടെ വയ്ക്കണം? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യൂ വച്ചാൽ ഈ ക്യൂ പോസിറ്റീവ് ആണ് എങ്കിൽ 16 കൂളംബ് കാരണം റിപ്പൽ ചെയ്യും അല്ലേ, -9 കാരണം അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ക്യൂ 16 കാരണം റിപ്പൽ ചെയ്ത് പോവും, -9 കാരണം അട്രാക്റ്റ് ചെയ്ത് പോവും. എന്ന് വെച്ചാൽ ഇവിടെ ഫോഴ്സുകളുടെ ഡയറക്ഷൻ സെയിം ആണ്. ഫോഴ്സ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാലല്ലേ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫീൽഡ് 0 ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എവിടെ വയ്ക്കാൻ പാടില്ല? ദിസ് ചാർജ് ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് between the charges. The charge should not be placed between the charges. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, പ്ലസ് ക്യൂ എന്തിനാ വെച്ചത്, മൈനസ് ക്യൂ വെച്ച് നോക്കാം. നമുക്ക് മൈനസ് ക്യൂ വെച്ച് നോക്കാം. മൈനസ് ക്യൂ -9 കാരണം എന്ത് സംഭവിക്കും? റിപ്പൽ ചെയ്യും. -q +16 കാരണം അട്രാക്റ്റ് ചെയ്യും. അപ്പോഴും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ സെയിം അല്ലേ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിലല്ലേ അത് ക്യാൻസൽ ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ +q വെച്ചാലും -q വെച്ചാലും, അതായത് നിങ്ങൾ വയ്ക്കാൻ പോകുന്ന ചാർജ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ദാറ്റ്സ് എ ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജ് എപ്പോഴും പോസിറ്റീവ് എടുത്താലും മതി. ടെസ്റ്റ് ചാർജ് ഷുഡ് ബി ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ ഇതൊരിക്കലും ഈ ലൈനിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. പിന്നെ എവിടെ വെക്കണം? പുറത്ത് വെക്കണം. പുറത്ത് വെച്ചാൽ there is a chance of net electric field to be 0. There is a chance of net electric field to be 0. അപ്പോൾ നമുക്കിതിനെ പുറത്ത് വയ്ക്കാം. നോക്കാം. ഈ ലൈൻ ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം -9 ആണ് ചോദിച്ചിരിക്കുന്നത്. -9 നിന്ന് എത്ര ദൂരം എന്നാണ്. അപ്പോൾ -9 നിന്ന് എത്ര ദൂരം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, ഞാൻ തൽക്കാലം പുറത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുമോ എന്ന് നോക്കിയാൽ മതി. സിമ്പിൾ സംഭവമാണ്. -9 ഒരു നെഗറ്റീവ് ചാർജ് ആണ്. അത് കാരണം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് -9 വരുവുള്ളൂ. ബിക്കോസ് വെൻ വി കൺസിഡർ എ നെഗറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. അപ്പോൾ അതിനെ ഞാൻ എന്ത് വിളിച്ചു? E1 എന്ന് വിളിച്ചു. അടുത്ത ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പോയിന്റിൽ ഒരാൾ കാരണം ഇലക്ട്രിക് ഫീൽഡ് കൂടെ ഉണ്ട്. ആര് കാരണം? 16 കാരണം. അത് ഏത് ചാർജ്? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഈ പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു? E2. കണ്ടോ, രണ്ട് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. സോ ദെയർ ഈസ് എ ചാൻസ്. സോ നമ്മൾ ആ പോയിന്റ് ആണ് നൾ പോയിന്റ് എന്ന് വിചാരിച്ച് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. സോ E1 and E2 are opposite, but to satisfy the condition it should be equal. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് -9 ഇരിക്കുന്ന പോയിന്റ്. ഈ ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിച്ചു? x. ഇനി ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ 8 സെന്റിമീറ്റർ. (0.08 മീറ്റർ അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ. അപ്പോൾ ഞാനിവിടെ 0.08 മീറ്റർ 8 സെന്റിമീറ്റർ നമുക്ക് എഴുതാം. ഇനി കണ്ടീഷൻ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് V1 ഷുഡ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് E2. എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല? 1/4πε0 Q/r². Q/r². E1 ആര് കാരണമാണ്? 9 കൂളംബ് കാരണമാണ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? 1/4πε0 K ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. K ഇൻറ്റു 9. 1/4πε0 Q ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് സ്ക്വയറിന് x ആയിട്ട് എഴുതി. ഓക്കെ, ഈക്വൽ ടു E2 K ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് മാത്രം മതി 16 ഡിവൈഡ് ബൈ പുതിയ ഡിസ്റ്റൻസ് എന്താണ്? x പ്ലസ് 0.08 മീറ്റർ അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ. ഇവിടെ ആൻസർ എല്ലാം സെന്റിമീറ്ററിലാണ്. സോ x പ്ലസ് 8 എടുക്കണം. കാര്യം ഈ 16 നിന്ന് ഇവിടെ വരെയുള്ള ദൂരം x അല്ല, x പ്ലസ് 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെ വെട്ടാം? കെയും വെട്ടാം. 9
ബൈ 16 അടിയിലേക്ക് കൊണ്ടുവന്നു ഈക്വൽ ടു എക്സ് ബൈ 8 ദ ഓൾ സ്ക്വയർ. നേരെ റൂട്ട് എടുക്കുക. അപ്പോൾ എന്ത് വന്നു? 3/4 ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 8. 3/4 ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 8 എന്ന് കിട്ടി. 3/4 ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു നോക്കിയോ 3x പ്ലസ് 24. 3x പ്ലസ് 24 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 4x. സോ 3x പ്ലസ് 24 ഈക്വൽ ടു 4x. 3x പ്ലസ് 24 ഇസ് ഈക്വൽ ടു എന്താണ്? 4x. ഓർ അങ്ങോട്ട് പോകുമ്പോൾ 24 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? x. x ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 24. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറി പറഞ്ഞു തരാം, പെട്ടെന്ന് പറയാം. സൈഡ് ചാർജുകൾ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ നൾ പോയിന്റ് പുറത്തായിരിക്കും. സൈഡ് ചാർജുകൾ രണ്ടും പോസിറ്റീവ് ആണെങ്കിലോ രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഒന്ന് 16 ഒന്ന് -9 അപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്, അപ്പോൾ നൾ പോയിന്റ് പുറത്തായിരിക്കും. ഒരു ഷോർട്ട് കട്ടാണ്. ഇനി ഈ പറയുന്നത് 16 9 ആണെങ്കിൽ രണ്ടും പോസിറ്റീവാണ്, -16 -9 ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നൾ പോയിന്റ് പുറത്തല്ല, ഉള്ളിലാണ്. അപ്പോൾ സൈഡ് ചാർജുകൾക്ക് സൈൻ സെയിം ആണെങ്കിൽ, സൈഡ് ചാർജുകളുടെ സൈൻ സെയിം ആണെങ്കിൽ നൾ പോയിന്റ് എവിടെയാണ്? സിസ്റ്റത്തിനുള്ളിലാണ്. ഓക്കെ, ഇനി സൈഡ് ചാർജുകളിൽ ഒരെണ്ണം പോസിറ്റീവും മറ്റൊരെണ്ണം നെഗറ്റീവും ആണെങ്കിൽ നിങ്ങൾ നൾ പോയിന്റ് ഉള്ളിലെടുക്കരുത്. നൾ പോയിന്റ് എവിടെ എടുക്കണം? പുറത്തെടുക്കണം, സിസ്റ്റത്തിന് പുറത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 സ്മോൾ കണ്ടക്ടിങ് സ്പിയേഴ്സ് ഓഫ് ഈക്വൽ റേഡിയസ്. രണ്ട് സ്പിയർ കണ്ടക്ടിങ് ആണ്, റേഡിയസ് സെയിം ആണ്. റേഡിയസ് സെയിം മീൻസ് അവർ ഒരു സ്പിയർ സിമിലർ ഇൻ സൈസ് ആണ്. ഒന്നിൻ്റെ ചാർജ് +1 കൂളമ്പും മറ്റൊന്നിൻ്റെ ചാർജ് -2 കൂളമ്പെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവരൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ദേ ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആൻഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് F1. സോ രണ്ട് സ്പിയർ ഇങ്ങനെ ഇരിക്കുന്നു, ദേ എക്സ്പീരിയൻസ് എ ഫോഴ്സ് F1. ഇനി എന്താ ചെയ്യുന്നത്? ദേ ആർ ബ്രോട്ട് ഇൻ കോണ്ടാക്ട്. ഇങ്ങനെ ഇരുന്ന സാധനത്തിനെ വീണ്ടും കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് വീണ്ടും പഴയ സ്ഥലത്തേക്ക് വലിച്ചു വെച്ചു. അപ്പോഴത്തെ ഫോഴ്സ് F2. റേഷ്യോസ് ഓഫ് F1 ആൻഡ് F2 ആണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ഐഡിയ ആണ്. അത് നമുക്ക് F1 എന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് F1 നോക്കുകയാണെങ്കിൽ F1 ഇസ് ഈക്വൽ ടു K ഇൻറ്റു 2 സ്മോൾ സ്പിയേഴ്സ് ഓഫ് റേഡിയസ്, സെയിം റേഡിയസ് ആണ്, പക്ഷെ ചാർജ് എന്താണ്? ഡിഫറൻ്റ് ആണ്. സോ K ഇൻറ്റു 1 ഇൻറ്റു 2, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി കേട്ടോ. 1ഉം -2 എടുക്കേണ്ട, 1ഉം 2 മാഗ്നിറ്റ്യൂഡ്. സോ K ഇൻറ്റു Q1 Q2 ബൈ ഡിസ്റ്റൻസ് അറിയത്തില്ല എന്ന് വിളിച്ച് x² എന്ന് വിളിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ ഇവരെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അടുപ്പിച്ചു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 1ഉം -2, ഇത് 1 ഇത് -2, ഇത് രണ്ടും കൂടി ഇങ്ങനെ കൊണ്ടൊന്ന് അടുപ്പിക്കുമ്പോൾ ഇവരുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. 1ഉം -2 ചേർത്ത് വയ്ക്കുമ്പോൾ നെറ്റ് ചാർജ് എത്രയാണ്? 1 + -2 എത്രയായി? -1. സോ രണ്ടും കൂടെ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ ഇതെന്തായി? -1. ഇനി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ഷെയറിങ് നടക്കും, കാര്യം സൈസ് സെയിം ആണ്. സോ 1 -2 ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു സിംഗിൾ സ്പിയർ എത്രയായി? 1 + -2 എത്രയായി? -1. സെപ്പറേറ്റ് ചെയ്തു, പകുതിയായി, എത്രയായി? -0.5. സോ വാട്ട് ഇസ് ദ ന്യൂ ചാർജസ്? -0.5. സോ വാട്ട് ഇസ് F2? K ഇൻറ്റു -0.5നെ -1/2 ഇൻറ്റു -1/2 ഡിവൈഡ് ബൈ പഴയ ഡിസ്റ്റൻസ് എന്ന് തന്നെ പറയുന്നുണ്ട് x². സോ വാട്ട് ഇസ് F2? F2 becomes -1 -1 1. This becomes K by 4x², and this is 2K by x². So F1 is equal to 2K by x². F2 is equal to K by 4x². F1ഉം കിട്ടി, F2ഉം കിട്ടി. ചോദിച്ചിരിക്കുന്നത് എന്താണ്? F1 to F2 ആണ് ചോദിച്ചിരിക്കുന്നത്. F1 to F2. അപ്പോൾ നമുക്ക് നോക്കാം. F1 by F2. സോ F1 by F2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8/1 എന്നാണ്. എന്താണ് വാല്യൂ? 8/1. പക്ഷെ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തെറ്റാണ്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് -8:1 എന്നാണ്.
നമുക്കിവിടെ എന്താ കിട്ടിയ 8/1. പിന്നെ ഇവിടെ എന്താ ഓപ്ഷൻ -8:1. അപ്പോൾ ആൻസർ -8:1 ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എന്തെടുത്തിട്ടില്ലായിരുന്നു, ചാർജ് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ ചാർജ് എടുത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് ഇവിടെ ആൻസർ എന്താണ് 8/1 ആണ്. സോ ഇവിടെ എന്തുകൊണ്ട് -8 വന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ആദ്യം 1ഉം -2 ആണ് അല്ലേ. ഇനിയാണ് ഞാൻ ചാർജിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 1ഉം -2 ആണ്. സോ 1ഉം -2 വരുമ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് വന്നു. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, മൈനസ് കൊടുത്തു. ഇവിടെ പ്രത്യേകിച്ചില്ല, ഞാൻ ഓൾറെഡി സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. -1/2. അപ്പോൾ ആൻസർ എന്ത് തന്നെയാണ് അവിടെ, പോസിറ്റീവ്. സോ നെഗറ്റീവ് ബൈ പോസിറ്റീവ്. സോ ആൻസർ ഈസ് -8:1. -8:1. അവസാനം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ സൈൻ എന്ന് പറയുന്ന ഒരു സാധനം ലാസ്റ്റേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഓക്കെ, സൈൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ആൻസർ ഈസ് -8:1. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇലക്ട്രോൺ ഈസ് പ്രൊജക്റ്റഡ് ഫ്രം എ ഡിസ്റ്റൻസ് d. ഈ ഡിസ്റ്റൻസ് d ഇലക്ട്രോൺ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി v0. അപ്പോൾ കാണാം v0 ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഇലക്ട്രോണിനെ പ്രൊജക്ട് ചെയ്യുന്നത്. പാരലൽ ടു യൂണിഫോം ചാർജ്ഡ് ഫ്ലാറ്റ് കണ്ടക്ടിങ് പ്ലേറ്റ്. ഈ എക്സ് ആക്സിസിൽ ഇരിക്കുന്നതാണ് ഫ്ലാറ്റ് കണ്ടക്ടിങ് പ്ലേറ്റ്. അതിന് പാരലായിട്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ തട്ടി വിടുന്നു വിത്ത് എ വെലോസിറ്റി v0. അത് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട്, L എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് അത് പ്ലേറ്റിൽ വീഴുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ഈ ഇലക്ട്രോണ് ഇങ്ങനെയായിരുന്നു അത് തട്ടിയത്, പിന്നെ നേരെ താഴോട്ട് വീഴുന്നു. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ താഴെ വീഴുന്നു എന്നൊരു കൺസെപ്റ്റിൽ ഇലക്ട്രോൺ താഴെ വീഴണമെങ്കിൽ അതിനൊരു ഫോഴ്സ് താഴോട്ട് കിട്ടണം. വെയിറ്റ് എടുക്കരുത്. കാരണം ഇവിടെ മാസ്, ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നൊരു ടേം നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ പോകുമ്പോൾ അത് താഴോട്ട് വീഴണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈ കണ്ടക്റ്റിംഗ് പ്ലേറ്റിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് എന്ത്, ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആയേ പറ്റൂ. ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആണെങ്കിൽ ഫീൽഡ് ഇവിടുന്ന് മുകളിലേക്കാണ് ഇങ്ങനെ. അപ്പോൾ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, താഴോട്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ താഴോട്ട് വീഴുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഇലക്ട്രോണിൻ്റെ ഹൊറിസോണ്ടൽ ഡിറക്ഷൻ നമുക്ക് കമ്പയർ ചെയ്യാം. ഇലക്ട്രോണിൻ്റെ ഹൊറിസോണ്ടൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഇത് കവർ ചെയ്തത്, L ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, പ്രൊജക്റ്റൈൽ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ S in x direction is equal to uxt plus half ax t square. x ഡയറക്ഷനിൽ മാത്രം. x ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, L. x ഡയറക്ഷനിലെ വെലോസിറ്റി എത്രയാണ്, ഇനിഷ്യൽ v0 into t plus 0 because there is no acceleration in x direction. കാരണം the electron experience a force. E is Q. QE, force equal to QE. E means charge of electron. What is capital E? Electric field due to the surface charge plate. Field അങ്ങോട്ടാ മുകളിലേക്ക്, പക്ഷെ ഫോഴ്സ് അങ്ങോട്ടാ താഴോട്ട്. കാര്യം ഇലക്ട്രോൺ ഓൾവേസ് ട്രാവൽസ് ഇൻ ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ടാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇവിടെ ആക്സലറേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ L ഈക്വൽ ടു എന്ത് വിളിച്ചു, v0t. സോ വിച്ച് മീൻസ് t is equal to L by v0. ഇനി ഇത് താഴോട്ട് ഇതിന് മോഷൻ ഉണ്ടല്ലോ. അപ്പോൾ y ആക്സിസിൽ ഇതിന് മോഷൻ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് വീണ ഇലക്ട്രോൺ, ഇവിടെ നിന്ന് പോയ ഇലക്ട്രോൺ ഇവിടെയാണ് വീണത്. അപ്പോൾ എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, എത്ര ഹൈറ്റിലാണ് അത് വീണത്, d എന്ന ഹൈറ്റിന് മുകളിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നേരെ താഴോട്ട് വന്നു. which means the vertical distance covered by the electron is d. So Sy is equal to uyt plus half ayt square. Y direction Sy എന്താണ്, d ആണ്. Ui is initial vertical velocity. ഇങ്ങനെയല്ലേ തട്ടിയത്. അപ്പോൾ ഇനിഷ്യൽ ആയിട്ട് ഹൊറിസോണ്ടൽ മാത്രമല്ലേ ഉള്ളൂ, വെർട്ടിക്കൽ ഉണ്ടോ, ഇല്ല. അപ്പോൾ ഈ ടേം എന്തായി പോയി, 0 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ വിച്ച് ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡയറക്ഷൻ. ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഫോഴ്സ് ബൈ മാസ് ഇൻറ്റു
ടി സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതി. ഡി ഇസ് ഈക്വൽ ഹാഫ് ഇൻറ്റു എഫ് ബൈ എം ഇൻറ്റു ടി സ്ക്വയർ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഡി ഇസ് ഈക്വൽ ടു 1/2m ഇൻറ്റു എഫ് ആണ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന സംഭവം, അതായത് എഫ് എന്ന് പറഞ്ഞാൽ ക്യു ഇ അല്ലേ, ആ ക്യൂന്ന് വരെ ഇവിടെ എന്ത് കൊടുക്കണം? ഇ കൊടുക്കണം. സോ സ്മോൾ ഇ ഇൻറ്റു ഇ. ഈ ആര് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ്? കണ്ടക്റ്റിംഗ് പ്ലേറ്റ്. കണ്ടക്റ്റിംഗ് പ്ലേറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു എന്താണ് ഇക്വേഷൻ? ടി സ്ക്വയർ. സോ 1/2m ഇൻറ്റു ഇ ഇൻറ്റു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ടി സ്ക്വയർ. ഇനി ടി ആരാണ്? എൽ ബൈ വി സീറോ. ടി ആരാണ്? എൽ ബൈ വി സീറോ. ഇനി നമ്മൾ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ടീന് പകരം എന്ത് കൊടുക്കണം? എൽ ബൈ വി സീറോ. ക്ലിയർ ആണല്ലോ ഇത്രയും? അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാണ്, എത്ര ഡിസ്റ്റൻസ് മോളിൽ നിന്നാണ് ഇതിനെ വിട്ടത്? ഡി ഡിസ്റ്റൻസ്. എങ്ങനെയാണ് വിട്ടത്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, ഹൊറിസോണ്ടൽ വെലോസിറ്റി. എന്തുകൊണ്ട് താഴെ വീഴുന്നു? ഡ്യൂ ടു ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഇലക്ട്രോൺ ഇൻ ദ ഡൗൺവേർഡ് ഡിറക്ഷൻ ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ കണ്ടക്ടിംഗ് പ്ലേറ്റ്. അതിന്റെ ഫോർമുല എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0. ദർ ഇസ് നോ ആക്സിലറേഷൻ ഇൻ വിച്ച് ഡയറക്ഷൻ? എക്സ് ഡയറക്ഷൻ. ദർ ഇസ് നോ വെലോസിറ്റി ഇൻ വിച്ച് ഡയറക്ഷൻ? വൈ ഡിറക്ഷൻ. സോ നമ്മൾ ഇങ്ങനെ എഴുതി, ഡി ഇസ് ഈക്വൽ ടു 1/2m ഇൻറ്റു ഇ ഇൻറ്റു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും നമ്മൾ നോക്കി വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത കാര്യം പറയാൻ പോകും. അപ്പോൾ ഞാൻ അത്രയും പോർഷൻ എടുത്ത് മാറ്റി എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് ഇതാ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഓപ്ഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഡി ഈക്വൽ ടു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കുക, ഇതിങ്ങോട്ട് കൊണ്ടുപോയി 2dm എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു ടി സ്ക്വയർ. ടി ആരാ? എൽ ബൈ വി സീറോ. അപ്പോൾ അതിനെന്ത് വരും? എൽ സ്ക്വയർ ബൈ വി സീറോ സ്ക്വയർ. ഇത് നേരെ മോളിൽ പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണെന്ന്? സിഗ്മ. സോ വാട്ട് ഈസ് സിഗ്മ? 2dm എപ്സിലോൺ 0 വി സീറോ സ്ക്വയർ ബൈ ഇ എൽ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊജക്റ്റൈൽ എന്ന ചാപ്റ്ററായിട്ടാണ് ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. രണ്ട് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഹൊറിസോണ്ടൽ ഡിറക്ഷനിലാണ് ആദ്യമേ തട്ടിവിട്ടത്. അപ്പോൾ ഒരു തരത്തിലുള്ള ആക്സലറേഷൻ അവിടെ കാണുന്നില്ല. സോ എ എക്സ് ഈക്വൽ ടു 0. താഴെ വീണു. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? ഡി ഡിസ്റ്റൻസ് കവർ ചെയ്തു. പക്ഷേ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ യു വൈ എന്താണ്? 0. ഇലക്ട്രോൺ എങ്ങനെ ട്രാവൽ ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സർഫസ് ചാർജ് കണ്ടക്ടിംഗ് പ്ലേറ്റിന്റെ ഫോർമുല? സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 3 ചാർജ്, ഓരോന്നിൻ്റെയും വാല്യൂ ക്യാപിറ്റൽ ക്യൂ, പ്ലേസ്ഡ് അറ്റ് ദ വെർട്ടെക്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 60 ഡിഗ്രി. 4th ചാർജ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ചാർജസ് റിമെയിൻ സ്റ്റേഷനറി, അതായത് ട്രയാങ്കിളിന്റെ വെർട്ടിസസിലിരിക്കുന്ന ചാർജുകൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കണമെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്മോൾ ക്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഗർ വരച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്കിവിടെ നോക്കാം. ഒരു ട്രയാങ്കിള് കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിളിലൂടെ ഈ ട്രയാങ്കിൾ ക്യാപിറ്റൽ ക്യൂ, ക്യാപിറ്റൽ ക്യൂ, ക്യാപിറ്റൽ ക്യൂ. ഇതാണ് അവസ്ഥ. ഇതിലെല്ലാ ചാർജും സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചാർജിൻ്റെ കൺസിഡർ ചെയ്താൽ മതി. ഒരു ചാർജ് സ്റ്റേഷനറി ആണെങ്കിൽ മറ്റൊരു ചാർജ് സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ ഒരു ചാർജിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം ഞാനിവിടെ സെൻട്രോയിഡ് എന്നൊരു ടേം ഉണ്ട്, സെൻറ്റർ എന്ന് പറഞ്ഞ ടേം. അതുകൊണ്ട് സെൻട്രോയിഡ് നമുക്ക് വരയ്ക്കാം. ആംഗിൾ ബൈസെക്ടറുകൾ. ഓക്കെ, ആംഗിൾ ബൈസെക്ടറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. നമുക്ക് ഈ പോയിന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൻട്രോയിഡ് എന്ന് വിളിക്കാം. ഈ പോയിന്റിന്റെ പേരാണ് സെൻട്രോയിഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഈ സെൻട്രോയിഡിലാണ് ക്യൂ എന്ന ചാർജ് വെച്ചിരിക്കുന്നത്. ആ ക്യൂ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് നോക്കാം. ഈ ക്യൂ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക.
അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഫോഴ്സ് നോക്കാം. ഇതെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്യൂ കാരണം എന്ത് ചെയ്ത് പോവും? റിപ്പൽ ചെയ്യും ഇങ്ങോട്ട് വിത്ത് എ ഫോഴ്സ് എഫ്. ഈ ക്യൂ കാരണം എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് എഫ്. ഓക്കെ അല്ലേ? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയൻ ആംഗിൾ ബൈസെക്ടർ നേരെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഈ എഫിനെ ഞാൻ എലോങ് ദിസ് ലൈൻ റിസോൾവ് ചെയ്തു. ഈ മൊത്തം ആംഗിൾ 30 ആണ്. അപ്പോൾ ബൈസെക്ടർ ആംഗിൾ 30, മൊത്തം ആംഗിൾ 60 ആണ്. അപ്പോൾ ബൈസെക്ടറിങ് ആംഗിൾ 30 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 30. ഈ ആംഗിൾ എത്രയാണ്? 30. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 30. ഈ ആംഗിൾ എത്രയാണ്? 30. അപ്പോൾ ഈ എഫിനെ ഈ ലൈനിൽ കൂടെ റിസോൾവ് ചെയ്യാണ്. വെക്ടറൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഈ എഫിനെ നമ്മൾ ഇതിൽ കൂടെ റിസോൾവ് ചെയ്യാണ്. ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് കമ്പോണൻറ്റ്. സോ വാട്ട് ഈസ് ദാറ്റ്? എഫ് കോസ് 30. ഈ എഫിനെയും ഞാൻ ഇതിൽ കൂടെ റിസോൾവ് ചെയ്യാണ്. അപ്പോൾ അതും എന്താണ്? എഫ് കോസ് 30. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 2f കോസ് 30. മൊത്തം എത്രയാണ്? 2f കോസ് 30. ഇനി നമുക്ക് ഇങ്ങനൊരു കമ്പോണൻസ് ഉണ്ട്. അതെന്താണ്? എഫ് സൈൻ 30. പക്ഷെ അത് എന്തായി പോവും? ക്യാൻസലായി പോവും. സോ എഫ് സൈൻ 30 എന്തായി പോവും? ക്യാൻസലായി പോവും. അപ്പോൾ നിങ്ങൾ ഈ ക്യൂ നോക്കുമ്പോൾ ഈ ക്യൂ ഇങ്ങനെ തെറിച്ച് പോകാനൊരു ടെൻഡൻസി ഉണ്ട്. 2f കോസ് 30. അപ്പോൾ ഈ ക്യൂവിന് ഇങ്ങോട്ട് തെറിച്ച് പോകാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതേ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കിട്ടിയാൽ അത് തെറിച്ച് പോവില്ലല്ലോ. അപ്പോൾ അതെവിടെ ഇരിക്കും? അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഫോഴ്സിനെ ഞാൻ എന്ത് വിളിച്ചു? എഫ് എന്ന് വിളിച്ചു. അപ്പോൾ എഫ് കണ്ടാൽ നമുക്ക് F1 എന്ന് വിളിക്കാം. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ? F1 is equal to 2f cos 30. മറന്നു പോകണ്ട. F1 is equal to 2f cos 30 എന്ന കണ്ടീഷൻ ഉപയോഗിച്ചാൽ ഈ ക്യൂ അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായല്ലോ? F1 is equal to എന്താണ്? 2f cos 30. അപ്പോൾ ഈ ക്യൂ കാരണം റിപ്പൽ ചെയ്യുന്നു. റിപ്പൽ ചെയ്യുന്ന ഫോഴ്സിനെ വലിച്ചിട്ടു. ഇതൊരെണ്ണം എഫ്, ഇതൊരെണ്ണം എഫ്. രണ്ടും കൂടെ ഞാൻ ഈ ലൈനിൽ കൂടെ റിസോൾവ് ചെയ്തു. അപ്പോൾ 2f cos 30, f sin 30 എന്തായി പോയി? ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് 2f cos 30 എന്ന ഫോഴ്സിലൂടെ ഈ ക്യൂ തെറിച്ച് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ തെറിച്ച് പോകാതിരിക്കണമെങ്കിൽ ഈ ക്യൂവിലേക്ക് അട്രാക്റ്റഡ് ആവണം. ഈ ക്യൂവിലേക്ക് അട്രാക്റ്റഡ് ആവണം എന്ന് വെച്ചാൽ ക്യൂവിൻ്റെ സൈൻ മൈനസ് ആണ്. ക്യൂവിൻ്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. മനസ്സിലാക്കി വെക്കുക. ഈ ഇക്വേഷൻ കണ്ടു നോക്കുക. F1 ഈക്വൽ ടു എന്താണ്? 2f cos 30. ഓക്കെ ആണല്ലോ? ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഞാൻ ഇതാണ് വരയ്ക്കുന്നത്. നോക്കാം. ഇങ്ങനെ ഒരു ലൈനിൽ കൂടെയാണ് നമ്മൾ വരച്ചത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ചാർജ് ക്യൂ, ഇവിടെയാണ് നമ്മുടെ ക്യാപിറ്റൽ ക്യൂ. ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ ഞാൻ എന്താ വിളിച്ചത്? F1 എന്ന് വിളിച്ചു. ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ ഞാൻ എന്താ വിളിച്ചത്? 2f cos 30 എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് F1 വേണം. വാട്ട് ഈസ് F1? F1 is equal to K QQ by distance square. ഇത് ആരാണിത്? ഇതിൻ്റെ പേരെന്താണ്? മീഡിയൻ ആണ്. എന്താണ് ഇതിൻ്റെ പേര്? മീഡിയൻ. ട്രയാങ്കിളിൻ്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ലെങ്ത് L ആണെങ്കിൽ മീഡിയൻ്റെ ലെങ്ത് എത്രയാണ്? L/√3 ആണ്. മീഡിയൻ ലെങ്ത് എന്താണ്? L. ഇത് ലെങ്ത് L ആണെങ്കിൽ ദ മീഡിയൻ ദിസ് ലെങ്ത് ഈസ് L/√3. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ അല്ലേ നമ്മൾ എടുക്കേണ്ടത്? KQQ ബൈ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ L/√3 സ്ക്വയർ. L/√3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ L²/3 ആയി. നേരെ മോളിൽ പോയില്ലേ? അപ്പോൾ ഇവിടെ എന്ത് വന്നു? 3KQQ ബൈ L². അപ്പോൾ നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? F1 കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് മറന്നു പോകണ്ട. F1 കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, ഇതെല്ലാം വലുതാക്കി എഴുതുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ്. അപ്പോൾ നമ്മൾ F1 കണ്ടുപിടിച്ചു. 3KQ ബൈ L². ഓക്കെ, അപ്പോൾ നമുക്കൊരു 3KQ ബൈ L² എന്നൊരു സംഭവം കിട്ടി. വീണ്ടും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും വരയ്ക്കുന്നു. ദാ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു എൻ്റെ പേര്? 2f cos 30 ആണല്ലോ. ഇവിടെ നോക്കാം. ഈ F എന്ന് പറയുന്ന ഫോഴ്സ് എന്തായിരുന്നു? ആക്ച്വലി റിപ്പൾഷൻ ഫോഴ്സ് ആയിരുന്നു. ഇവിടെ ആയിരുന്നു Q ഇരുന്നത്.
ഇവിടെയല്ലേ ക്യൂ ഇരുന്നു, ഇവിടെയല്ലേ ക്യൂ ഇരുന്നത്. അപ്പോൾ നോക്കാം, ഇതായിരുന്നല്ലോ എഫ്, ഇതായിരുന്നല്ലോ എഫ്. അപ്പോൾ എഫ് എന്താണ്? ഈ ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഫോഴ്സ്. സോ വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ ദിസ് ഡിസ്റ്റൻസ് ഓർ ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ എന്താണ്? കെ ക്യൂ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇത് ആണ് നമുക്ക് എഫ് എന്ന് കിട്ടിയത്. പക്ഷേ ഇവിടെ എന്താണ് നമുക്കുള്ളത്? 2f cos 30. അപ്പോൾ 2f cos 30 ഇതിന് ഈക്വൽ ആവണം. 2f cos 30 ഷുഡ് ബി ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2f cos 30 is equal to എന്താണ്? 3kq by l square. 3kq by l square. 2f into cos 30. What is cos 30? Root 3 by 2. Root 3 by 2 is equal to 3kqq by l square. ആരാണ് എഫ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു കെ ക്യൂ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇൻറ്റു റൂട്ട് 3 by 2 is equal to 3kq by l square. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കട്ട് ചെയ്ത് പോവാം? എൽ സ്ക്വയർ കട്ടായി, 2ഉം കട്ടായി, കെയും കട്ടായി. ബാക്കി നമുക്ക് വരുന്നത് റൂട്ട് 3q സ്ക്വയർ. എന്താണ്? റൂട്ട് 3q സ്ക്വയർ ഇസ് ഈക്വൽ ടു 3q ഇൻറ്റു ക്യൂവും നമുക്ക് വെട്ടാം. അപ്പോൾ എന്ത് വന്നു? റൂട്ട് 3q ഇസ് ഈക്വൽ ടു 3നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 3 ഇൻറ്റു ക്യൂ എന്ന് എഴുതാം. വീണ്ടും ഇത് കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് ക്യൂ ഈക്വൽ ടു എന്ത് വന്നു? ക്യൂ ബൈ റൂട്ട് 3 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്? ക്യൂ ബൈ റൂട്ട് 3. പക്ഷേ സൈൻ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? മൈനസ് ആണ്. സോ ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? മൈനസ് ക്യൂ ബൈ റൂട്ട് 3. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വന്നത്? മൈനസ് ക്യൂ ബൈ റൂട്ട് 3. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ തിയറി ഒക്കെ നല്ല ബേസ് വേണം. വളരെ സിമ്പിളായിട്ടുള്ള വെക്ടറിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ 2 പ്രാവശ്യം ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. സിമ്പിൾ പെൻഡുലം. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ സ്പിയർ മാസ് m. സിമ്പിൾ പെൻഡുലം മാസ് m. സസ്പെൻഡഡ് ബൈ ത്രെഡ് ഓഫ് ലെങ്ത്. ഒരു സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ത്രെഡ്, അതിൻ്റെ ലെങ്ത് L. സ്പിയറിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറയുന്നുണ്ട്. പെൻഡുലം പ്ലേസ് ചെയ്തിരിക്കുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഫീൽഡിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക്. സോ പെൻഡുലം ഇങ്ങനെ, ഫീൽഡിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക്, പെൻഡുലത്തിൻ്റെ ചാർജ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കുറവാണ് എങ്കിൽ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കുറവാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. സിമ്പിൾ സാധനമാണ്. ഒറ്റ കാര്യം നോക്കുക, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുല L/G ആണ്. ഞാനതിനെ G എഫക്റ്റീവ് എന്ന് എഴുതി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലാതെ വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഇതല്ലേ പെൻഡുലം. ഓക്കെ, ഈ പെൻഡുലത്തിൽ ഒരു ഗ്രാവിറ്റി G, പിന്നെ ഒരു ഫോഴ്സ് QE ആണ്. കാരണം ഇത് പോസിറ്റീവ് ചാർജാണ്. ഫീൽഡ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. പോസിറ്റീവ് ചാർജ് എങ്ങനെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ. ഫീൽഡ് മുകളിലേക്കാണെങ്കിൽ QE മുകളിലേക്ക്. സോ QE ആക്ടിങ് അപ്വേർഡ്, G ആക്ടിങ് ഡൗൺവേർഡ്. രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ആരാ വലുത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കുറവാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാ? G എങ്ങോട്ടാ? താഴോട്ട്. ഇലക്ട്രിക് ഫീൽഡ് QE എങ്ങോട്ടാ? മുകളിലേക്ക് അല്ലേ? അപ്പോൾ നമുക്ക് അതെന്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 2π root of L/G effective. So we are going to calculate the effective acceleration. എന്താണ് effective acceleration? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ആക്സിലറേഷൻ A1 അതെന്താണ്? G ആണ്. അടുത്ത ആക്സിലറേഷൻ A2 ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് ആരാ? QE ഡിവൈഡ് ബൈ m. So രണ്ട് ആക്സിലറേഷൻ കിട്ടി. എഫക്റ്റീവ് ആക്സിലറേഷൻ A1 and A2. A1 is what?
G acting downward. A2 is what? QE by M. എങ്ങനെ ആക്ട് ചെയ്യുന്നു? സെയിം ഡയറക്ഷൻ ഓർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ? മൈനസ് ചെയ്യണം. ആരാണ് വലുത്? G ആണ് വലുത്. സോ വാട്ട് ഈസ് ദ എഫക്റ്റീവ് ആക്സിലറേഷൻ? G minus QE by M. So G effective should be written as G minus QE by M. So 2 pi root of L by G minus QE by M. ചെക്ക് ചെയ്താൽ മതി. ഇതാ ഇവിടെ ഉണ്ട് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇലക്ട്രിക് ഡൈപോളിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. coincides on Z axis and its midpoint is origin of the Cartesian coordinate system. Electric field at the axial point is at a distance Z from origin and electric field at equatorial point distance Y from the origin. ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ പോയിന്റ്, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അത് ആക്സിയൽ ലൈനിലും നമ്മൾ NCERT കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇക്വറ്റോറിയലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആക്സിയൽ ലൈനിലെ ഫോർമുല എന്താണ് നിങ്ങൾക്കറിയാം? ഈ ആക്സിയൽ സിമ്പിൾ സംഭവങ്ങളാണ്. എന്താണ്? 2kp by r cube ആണ്. k 1/4πε0 and p is the dipole moment. And electric field at equatorial എന്താണ്? kp by r cube ആണ്. Electric field at equatorial is kp by r cube. So ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ. സോ ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ ആണ്. സോ ആൻസർ ഈസ് 2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോയാണ് ചോദിച്ചത്. ഇൻവേഴ്സ് ചോദിച്ചാൽ 1/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചാർജ് Q is placed at the center of an open end of a cylindrical vessel. ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ വെസൽ, അതിൻ്റെ ഓപ്പൺ എൻഡിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് Q വച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ഓഫ് ദ ഫീൽഡ് ത്രൂ ദ സർഫസ് ഓഫ് ദ വെസലാണ്. ഫ്ലക്സ് ഓഫ് ദ ഫീൽഡ് ത്രൂ ദ സർഫസ് ഓഫ് ദ വെസൽ. നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് Q/ε0 ആണ്. വേർ Q ഈസ് എ ചാർജ് എൻക്ലോസ്ഡ്. ഇവിടെ ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ചാർജിന് എന്ത് ചെയ്യണം? എൻക്ലോസ് ചെയ്യണം. ചാർജ് എൻക്ലോസ് ചെയ്യാൻ നമ്മൾ വീണ്ടും ചുമ്മാ ഒരു സിലിണ്ടർ വെച്ച് അങ്ങ് എൻക്ലോസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആർബിട്രറി സിലിണ്ടർ വെച്ച് അങ്ങ് എൻക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താ? Q/ε0. Q/ε0 ഞാൻ ഇതിനെ എൻക്ലോസ് ചെയ്തു. Q/ε0. അതിൽ പകുതി ഇതുവഴിയും പകുതി ഇതുവഴിയല്ലേ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ പകുതി ക്വസ്റ്റ്യനിൽ ഇല്ലല്ലോ. നമുക്ക് വേണ്ടത് ഈ പകുതി മാത്രമല്ലേ? സോ ദ ആൻസർ ഈസ് Q/2ε0. Q/ε means net flux through a closed surface. So this is a closed surface. So answer is Q/ε0. പക്ഷേ ക്വസ്റ്റ്യനിൽ ഈ ഒരു പോർഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ Q/ε0 ആണെങ്കിൽ ഇവിടെ കൂടെ ഉള്ളത് Q/2ε0യും ഇവിടെ കൂടെ ഉള്ളത് Q/2ε0യുമാണ്. സോ ആൻസർ ഈസ് Q/2ε0. ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? അതായത് നമുക്കൊരു സർഫസ് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ Q/ε0 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊരു വേറൊരു സിലിണ്ടർ വെച്ച് മൂടി. അപ്പോൾ ആൻസർ എത്രയാണ്? Q/ε0. അപ്പോൾ മൂടിയ സിലിണ്ടറിൽ കൂടെയും താഴെ ഇരിക്കുന്ന സിലിണ്ടറിൽ കൂടെയും മൊത്തം പാസ് ചെയ്യുന്നത് Q/ε0 ആണ്. അപ്പോൾ ഓരോന്നിനും പകുതി കൂടെയല്ലേ? സോ ആൻസർ ഈസ് Q/2ε0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇൻവേർഡ് ഫ്ലക്സും ഔട്ട്വേർഡ് ഫ്ലക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 8 × 10⁻³ 4 × 10⁻³. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നെറ്റ് ഫ്ലക്സ് ഇസ് Q എൻക്ലോസ്ഡ് ബൈ ε0. അപ്പോൾ നമുക്കറിയാം, മറന്നു പോകണ്ട, ഈ ഇക്വേഷൻ ഓർക്കുക. 5 - -5 ദാറ്റ് ഈസ് നെറ്റ് ഫ്ലക്സ്. ഔട്ട്വേർഡ് മൈനസ് ഇൻവേർഡ്. വാട്ട് ഈസ് ഔട്ട്വേർഡ്? 4 × 10⁻³ minus what is inward? 8 × 10⁻³. So answer is minus 4 × 10⁻³. Minus 4 × 10⁻³ and net flux. That is equal to എന്താ ഫോർമുല? Q/ε0. അപ്പോൾ what is Q? Q is minus 4 × 10⁻³ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് ഫ്ലക്സ് ഔട്ട്വേർഡ് മൈനസ് ഇൻവേർഡ്. ഓക്കെ, അപ്പോൾ ചാർജ് എന്താണ് ഇവിടെ? നെഗറ്റീവാണ്. കാര്യം ഇവിടെ ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? ഔട്ട്വേർഡ് ഫ്ലക്സ് ആണോ ഇൻവേർഡ് ഫ്ലക്സ് ആണോ ഡോമിനേറ്റ്? ഇൻവേർഡ് ആണ്.
ദാറ്റ് മീൻസ് ടുവേർഡ്സ്. അപ്പോൾ അത് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്പിയർ ഓഫ് റേഡിയസ് ആർ ഹാസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ഇറ്റ്സ് വോളിയം. സ്പിയർ ആൻഡ് റേഡിയസ് ആർ, അതിലൊരു ചാർജ് ഉണ്ട്, പക്ഷെ ആ ചാർജ് അതിൻ്റെ വോളിയത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അതൊരു ഷെല്ലല്ല, അതിൻ്റെ ചാർജ് അതിൻ്റെ ഔട്ടർ സർഫസിൽ മാത്രമല്ല എൻറ്റയർ വോളിയത്തിൽ എന്തുണ്ട്? ചാർജ് ഉണ്ട്. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സെൻറ്റർ വെർ എക്സ് ലെസ് ദാൻ ആർ എന്ന് വെച്ചാൽ കൺസിഡർ എ പോയിന്റ് ഇൻസൈഡ് ദ സ്പിയർ. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമ്മളിവിടെ ഒരു ചാർജ് സ്പിയർ എടുത്തു. ആ ചാർജ് സ്പിയർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ എൻറ്റയർ വോളിയത്തിൽ എന്തുണ്ട്? ചാർജ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ എ പോയിന്റ് പി. ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഓക്കെ, ദിസ് ഇസ് എ സെൻറ്റർ. ഈ സെൻറ്ററിനെ ഞാൻ ഒ എന്ന് വിളിച്ചു. ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് പി. ഈ ഡിസ്റ്റൻസിനെ എക്സ് എന്നും വിളിച്ചു. എന്നിട്ട് ഈ റേഡിയസ് ഉള്ളൊരു പോർഷൻ ഒരു ചെറിയ സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് പി ഇരിക്കുന്നത് ചെറിയ സ്പിയറിൻ്റെ സർഫസിലല്ലേ? പോയിന്റ് പി ഇരിക്കുന്ന എവിടെയാണ്? ചെറിയ സ്പിയറിൻ്റെ സർഫസിൽ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയേണ്ടത് വോളിയം ഓഫ് ലാർജ് സ്പിയർ that is equal to 4/3 pi capital R cube. ഓക്കെ, അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് ചാർജ് ഓഫ് സ്മോൾ സ്പിയർ ആണ്. ചാർജ് ഓഫ് സ്മോൾ സ്പിയർ, ദാറ്റ് ഈസ് ചാർജ് ഓഫ് ദ സ്മോൾ സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ സ്പിയറിൻ്റെ ചാർജ്, ഓക്കെ, വലിയ സ്പിയറിൻ്റെ ചാർജിന് ക്യാപിറ്റൽ ക്യൂ ആൻഡ് ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. എത്രയാണ്? 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂ. ചെറിയ സ്പിയറിൻ്റെ ചാർജ് ക്യൂ ആണ്. ദാറ്റ് ഈസ് ഓൾസോ പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. പക്ഷേ ആ റേഡിയസ് ക്യാപിറ്റൽ ആർ അല്ല, എക്സ് ആണ്. കിട്ടിയല്ലോ? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യൂ ബൈ ക്യൂ. എന്താണ്? ക്യൂ ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് ദ ഹോൾ ക്യൂ. മറന്നു പോകരുത്. റേഷ്യോസ് ഓഫ് ദ ചാർജസ് ഓഫ് ദ ലാർജ് സ്പിയർ ആൻഡ് ദ സ്മോൾ സ്പിയർ ഈസ് ക്യൂ ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് ദ ഹോൾ ക്യൂ. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ് സ്പിയർ. പക്ഷേ ഈ സ്പിയർ കണ്ടക്റ്റിംഗ് ആണോ? അല്ല, ഇതൊരു നോൺ കണ്ടക്റ്റിംഗ് ആണ്. ക്ലിയർ ആണല്ലോ? കാരണം ഇതിൻ്റെ വോളിയത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. കണ്ടക്ടർ ആണെങ്കിൽ എവിടെ മാത്രമേ ചാർജ് കാണുകയുള്ളൂ? സർഫസിൽ. അപ്പോൾ ഇത് കണ്ടക്ടർ ആണോ? അല്ല, ദിസ് ഈസ് എ നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ക്യൂ ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് ദ ഹോൾ ക്യൂ. ഇനി ഞാൻ പറയുന്നത് നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയതനുസരിച്ചിട്ട് എന്താ നമ്മൾ എഴുതിയത്? നേരത്തെ ക്യൂ ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് ദ ഹോൾ ക്യൂ. നമ്മുടെ കയ്യിൽ ഒരു വലിയ സ്പിയർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പോയിന്റിലെയാണ് നമുക്ക് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ഈ ചെറിയ സ്പിയർ മാത്രം ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇവിടെ നോക്കുക, ചെറിയ സ്പിയർ മാത്രം ഞാൻ കൺസിഡർ ചെയ്താൽ ആ ചെറിയ സ്പിയറിൻ്റെ സർഫസിലാണ് പോയിന്റ് പി ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ സർഫസിലൊരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഇസ് ഈക്വൽ ടു കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ. കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഇവിടുത്തെ ചാർജ് എത്രയാണ്? സ്മോൾ ക്യൂ. റേഡിയസ് എത്രയാണ്? എക്സ്. പക്ഷേ ഈ സ്മോൾ ക്യൂവിന് പകരം നമ്മൾ ഈ ടേം ഇട്ട് കൊടുക്കുകയാണ്.
കെ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു സ്മോൾ ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ആർ ക്യൂബ് എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ ക്യൂ ബൈ സ്മോൾ ക്യൂ. സ്മോൾ ക്യൂവിന് പകരം ഞാൻ റീപ്ലേസ് ചെയ്തു ഒറിജിനൽ ക്യാപിറ്റൽ ക്യൂ. കാര്യം എന്ത് റീപ്ലേസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ രണ്ടാൾക്കാരെ തന്നിട്ടുള്ളൂ. ഒന്ന് ക്യാപിറ്റൽ ക്യൂവും ഒന്ന് ക്യാപിറ്റൽ ആറും. സ്മോൾ ക്യൂവും സ്മോൾ എക്സും ഞാൻ ഇൻസേർട്ട് ചെയ്തതാണ്, അതിന് ഞാൻ റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇതെല്ലാം കട്ടായി പോയി. അപ്പോൾ എന്താണ് ഫൈനൽ ഇക്വേഷൻ? കെ ക്യൂ എക്സ് സ്ക്വയർ മാറി, എക്സ് ബൈ ആർ ക്യൂബ്. സോ കെ ക്യൂ എക്സ് ബൈ ആർ ക്യൂബ്, വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഏത് തരത്തിലുള്ള സ്പിയർ ആണ്? കണ്ടക്റ്റിംഗ് അല്ല, നോൺ കണ്ടക്റ്റിംഗ് ആണ്. നോൺ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പോയിന്റിൽ കൂടെ ഒരു സ്പിയറിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതൊരു ചെറിയ സ്പിയറായി. അപ്പോൾ ആ പോയിന്റ് ചെറിയ സ്പിയറിൻ്റെ സർഫസിലായി. അതിനൊരു ഫോർമുലയുണ്ട്, 1/4πε0 ക്യൂ ബൈ റേഡിയസ് സ്ക്വയർ. ആ റേഡിയസ് എക്സ് ആണ്. പക്ഷെ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ചെറിയ സ്പിയറിൻ്റെ ചാർജാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചാർജ് പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇലക്ട്രിക് ഫ്ലക്സ് ഫോർ എ ഗോസിയൻ സർഫസ്, ക്ലോസ് സർഫസ്, എൻക്ലോസസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് Q1, Q2, Q3 ചോദിച്ചിരിക്കുന്ന ഫ്ലക്സ് ആണ്. എന്താ ഫോർമുല? നെറ്റ് ചാർജ് ബൈ എപ്സിലോൺ 0. നെറ്റ് ചാർജ് ബൈ എപ്സിലോൺ 0. -14 -56 -70. -70ഉം 78.85 എത്രയാണ്? +8.85. സോ വാട്ട് ഈസ് നെറ്റ് ചാർജ്? +8.85. സോ നെറ്റ് ചാർജ് ഇസ് ഈക്വൽ ടു +8.85. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫ്ലക്സ് ആണ്. നെറ്റ് ഫ്ലക്സ് ചാർജ് ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ 8.85 എന്ന് പറയുന്നത് നാനോ കൂളമ്പിലാണ്. അപ്പോൾ നമുക്ക് അവനെ എന്താക്കണം? കൂളംബ് ആക്കണം. അപ്പോൾ എന്ത് വരും? 8.85 ഇൻറ്റു 10⁻⁻⁹. ദാറ്റ് ഈസ് Q ബൈ എപ്സിലോൺ 0. സോ 8.85 ഇൻറ്റു 10⁻⁻⁹ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0യുടെ വാല്യൂ എത്രയാണ്? 8.85 ഇൻറ്റു 10⁻⁻12. കട്ടായി പോയി. നേരെ മോളിൽ പോയപ്പോൾ 10⁻12 ആൻഡ് 10⁻⁻⁹. സോ ആൻസർ ഈസ് 10⁻³ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളംബ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോളോ സിലിണ്ടർ ആണ്, അതിനകത്തൊരു ചാർജ് Q ഉണ്ട്. Phi is the electric flux associated with the curved surface B and flux linked with the plane surface A ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഇതിനുള്ളിലുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു ചാർജ് Q ഉണ്ട്, ഇതുവഴി ഫ്ലക്സ് ഉണ്ട്, ഇതുവഴി ഫ്ലക്സ് ഉണ്ട്, പിന്നെ B എന്നുള്ള ടോട്ടൽ കർവ്ഡ് സർഫസ് വഴിയും ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് Phi total is equal to Phi B plus Phi A plus Phi C എന്ന് കൊടുക്കാം. അസോസിയേറ്റഡ് വിത്ത് ബി Phi ആയിട്ടാണ് തന്നിരിക്കുന്നത്. എയിൽ കൂടെ പോകുന്ന ഫ്ലക്സും സിയിൽ കൂടെ പോകുന്ന ഫ്ലക്സും സെയിം ആണ്. സോ ദാറ്റ് ഈസ് റിട്ടൺ ആസ് 2x. എയിൽ കൂടെ പോകുന്ന ഫ്ലക്സ് കർവ്ഡ് ആണ്. ആ ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ആ സർഫസ് എയും സിയും സിമ്മട്രിക്കലാണ്. അതിൽ കൂടെ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ വാല്യൂ സെയിം ആണ്. അതിന് എക്സ് എന്ന് വിളിച്ചാൽ Phi എനെ എക്സ് എന്ന് വിളിക്കുക, Phi സിനെ എക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആൻസർ എന്താണ്? 2x. അപ്പോൾ Phi ടോട്ടൽ ഇസ് ഈക്വൽ ടു 5 + 2x ആണ്. Phi ടോട്ടലിൻ്റെ ഫോർമുല എന്താ? Q ബൈ എപ്സിലോൺ 0. Q ബൈ എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ Q ബൈ എപ്സിലോൺ 0 മൈനസ് Phi ഇസ് ഈക്വൽ ടു വാട്ട്? 2x. അപ്പോൾ വാട്ട് ഈസ് x? 1/2 ഇൻറ്റു Q ബൈ എപ്സിലോൺ 0 മൈനസ് Phi. നമുക്ക് ഉത്തരം കിട്ടി. ചോദിച്ചിരിക്കുന്നത് എയിൽ കൂടെ പോകുന്ന ഫ്ലക്സ് ആണ്. എയിൽ കൂടെ പോകുന്നതും സിയിൽ കൂടെ പോകുന്നതും സെയിം ആയതുകൊണ്ട് തന്നെ എക്സ് എന്ന് വിളിച്ചു. ടോട്ടൽ ഫ്ലക്സ് A plus B plus C. ടോട്ടൽ ഫ്ലക്സ് Q ബൈ എപ്സിലോൺ 0. A and C are equal. So give it as 2x. So 5 plus 2x. So answer is half into Q by epsilon 0 minus 5. Okay. So let's move to the next question. A long string with a charge lambda per unit length. String ആണ്,
അതിൻ്റെ ലീനിയർ ഡെൻസിറ്റി ലാംഡയാണ്. ലാംഡ ഈസ് ക്യൂ ബൈ എൽ. പാസസ് ത്രൂ ഇമാജിനറി ക്യൂബ് ഓഫ് ലെങ്ത് എൽ. സോ ക്യൂബിൻ്റെ ലെങ്ത് എൽ ആണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടില്ല. ക്യൂബിൻ്റെ ലെങ്ത് എൽ തന്നിട്ടുണ്ട്. സ്ട്രിങ്ങിൻ്റെ ലാംഡ ആണെന്ന് പറയുന്നുണ്ട്. മാക്സിമം പോസിബിൾ ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം പോസിബിൾ ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദ ക്യൂബ്. നമുക്ക് ആദ്യം ജസ്റ്റ് ആ ക്യൂബ് ഒന്ന് വരച്ചു നോക്കാം. നമുക്കിവിടെ ക്യൂബ് എൻ്റെ സൈഡ് ലെങ്ത് എൽ ആണെന്ന് പറയുന്നുണ്ട്. ഒരു ലോങ് സ്ട്രിങ് ഈ ക്യൂബിനകത്ത് ഒരു പർട്ടിക്കുലർ രീതിയിൽ വച്ചാൽ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള മാക്സിമം ഫ്ലക്സ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ഫ്ലക്സ് കിട്ടണമെങ്കിൽ ഈ സ്ട്രിങ്, ചാർജുള്ള സ്ട്രിങ് ക്യൂബിൽ എങ്ങനെ വെക്കണം എന്നുള്ളതാണ്. ക്യൂബിൻ്റെ ലെങ്ത് എത്രയേ ഉള്ളൂ? എല്ലേ ഉള്ളൂ. അപ്പോൾ ക്യൂബിനകത്ത് നമ്മൾ മാക്സിമം രീതിയിൽ ഇവനെ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യൂബിൻ്റെ ഡയഗണലാക്കി വെക്കണം. സോ ദ സ്ട്രിങ് ഷുഡ് ബി acting as a diagonal of the cube, which is the largest length inside the cube, that is root 3l. So diagonal of the cube is root 3l. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സ്ട്രിങ്ങിനെ ഇങ്ങനെ വെക്കാം. സോ ഈ സ്ട്രിങ് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് ആണ് ഏറ്റവും വലുത്, മാക്സിമം പോസിബിൾ ലെങ്ത്. ഇവിടെ നിന്നാണ് ഫ്ലക്സുകൾ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫ്ലക്സ്? Q by epsilon 0. What is Q? Lambda into maximum possible length. What is maximum possible length? Root 3l. So answer is lambda root 3l by epsilon 0, option A. Okay, so let's move to the next question. An electric dipole is placed at an angle 60 degree with an electric field of intensity 10⁵. It experiences a torque equal to 8 root 3 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ടോർക്ക് തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഏത് ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ അതും തന്നിട്ടുണ്ട്. ഡൈപോൾ ലെങ്ത് തന്നിട്ടുണ്ട്, ചാർജ് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ടോർക്ക് തന്നിട്ടുണ്ട്. എന്താ ടോർക്കിന്റെ ഫോർമുല? P cross E, PE sin θ. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു PE sin θ. ടോർക്കിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 root 3. P is dipole moment, അവിടെ നിൽക്കട്ടെ. ഇലക്ട്രിക് ഫീൽഡ് 10⁵. തീറ്റ എത്രയാ? തീറ്റ sin 60. തീറ്റ 60. what is sin 60? root 3/2. root 3 cancel ആയി. so 8 into 2 16. so what is P? P is equal to 16 divided by 10⁵. that is 16 into 10⁻⁻⁵. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നിർത്തി. 16 into 10⁻⁻⁵. എന്തിൻ്റെ വാല്യൂ ആണിത്? ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ 16 into 10⁻⁻⁵. മറക്കണ്ട. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി നേരത്തെ തൊട്ട് മുമ്പ് എഴുതി 16 into 10⁻⁻⁵. ഈ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോർമുല എന്താണ്? Q into ഡൈപോൾ ലെങ്ത് ആണ്. Q into ഡൈപോൾ ലെങ്ത്. ഡൈപോൾ മൊമെന്റ് എത്രയാണ്? 2 സെന്റിമീറ്റർ. സോ SI യൂണിറ്റിലേക്ക് മാറ്റണം. 2 into 10⁻⁻2 which implies what is Q? 16 into 10⁻⁻5 divided by 2 into 10⁻⁻2. The answer is 8 into 10⁻⁻3. Very simple question. Option C. Okay, next questionലേക്ക് പോവാം. Which among the following is a sure test of electrification? ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നാണ്. അട്രാക്ഷൻ, റിപ്പൾഷൻ, ഇൻഡക്ഷൻ, കണ്ടക്ഷൻ. ഇൻഡക്ഷൻ കണ്ടക്ഷൻ അല്ല, കാര്യം ഇൻഡക്ഷൻ കണ്ടക്ഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ്. ഇലക്ട്രിഫിക്കേഷൻ ഏത് ചാർജ് ആണെന്ന് അറിയാനുള്ള മെത്തേഡ് ഏതൊരു അട്രാക്ഷനോ റിപ്പൾഷനോ എന്നാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഡക്ഷനും കണ്ടക്ഷനും അല്ല, ബിക്കോസ് ദീസ് ടു ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു ചാർജ് എ ബോഡി. ഇനി അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ കയ്യിൽ ബോഡി എ ഉണ്ട്, ഇത് പോസിറ്റീവാണ്,
ബോഡി ബി ഉണ്ട്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ എ ബിയിലേക്ക് അട്രാക്റ്റ് ആവും ആണല്ലോ. അപ്പോൾ എ പോസിറ്റീവും ബി നെഗറ്റീവും ആയതുകൊണ്ടാണ് എ ബിയിലേക്ക് അട്രാക്റ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ പോവാണ്, നോക്കുക. ബി ഒരു ന്യൂട്രൽ ബോഡിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ചാർജുകൾ, ഇത് ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജുകൾ ഇവനെ പേടിച്ച് ഇവിടെ വന്ന് വീഴും. നെഗറ്റീവ് ചാർജുകൾ ഇവൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ച് ഇവിടെ വന്ന് വീഴും. അപ്പോൾ ന്യൂട്രൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് നെഗറ്റീവുമായി മാറി. ഈ പോസിറ്റീവും ഈ നെഗറ്റീവും തമ്മിൽ ഏത് ഫോഴ്സാണ്? അട്രാക്ഷൻ. ഈ പോസിറ്റീവും ഈ പോസിറ്റീവും തമ്മിൽ ഏത് ഫോഴ്സാണ്? റിപ്പൽഷൻ. ഡിസ്റ്റൻസ് കുറവ് എവിടെയാണ്? ഇവർ തമ്മിലാണ്. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ പവർ ഓഫ് കൂടും, അട്രാക്ഷൻ പവർ കൂടും. പോസിറ്റീവും പോസിറ്റീവും ഡിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ റിപ്പൾസീവ് പവർ കുറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യാം? അട്രാക്റ്റ് ചെയ്യാം. കണ്ടോ, ആദ്യത്തെ കേസിൽ എ പോസിറ്റീവ്, ബി ഫുൾ ഞാൻ നെഗറ്റീവ് എടുത്തു, എ ബിയിലേക്ക് അട്രാക്റ്റ് ആവാം. ഇനി ബി ന്യൂട്രൽ ആണെങ്കിലും ഏത് ഫോഴ്സാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? അട്രാക്റ്റീവ് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യും. റിപ്പൾസീവ് ഫോഴ്സിനേക്കാൾ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് അട്രാക്റ്റീവ് ഫോഴ്സാണ്. എന്ന് വച്ചാൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മാത്രമല്ല, പോസിറ്റീവും ന്യൂട്രലും തമ്മിലും അട്രാക്ഷൻ നടക്കും, നെഗറ്റീവും ന്യൂട്രലും തമ്മിലും അട്രാക്ഷൻ നടക്കും. പക്ഷെ റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വെച്ച്, നെഗറ്റീവ് വെച്ച്. അപ്പോൾ എ എന്ന് പറയുന്നൊരു ബോഡി പോസിറ്റീവ് ആണ് എന്ന് നിങ്ങളോട് പറയുന്നു. എ ബിയിലേക്ക് അട്രാക്റ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബി നെഗറ്റീവ് ആവാം, ബി ന്യൂട്രൽ ആവാം. പക്ഷേ എ എന്ന് പറയുന്ന ബോഡി പോസിറ്റീവ്, ബി എവിടെ വെച്ചിട്ടുണ്ട്? എ ബിയിൽ നിന്ന് റിപ്പൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് മനസ്സിലാക്കാം എയുടെ അതേ ചാർജ് ആണ് എന്തിന്? ബിക്ക്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ഏതാണ്? റിപ്പൾഷൻ. So repulsion is the sure test of electrification because attraction can happen between unlike charges and a charge and a neutral body. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In Coulomb's law, constant of proportionality C is equal to 1/4 pi epsilon 0. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ യൂണിറ്റ് എന്താണെന്നാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. F is equal to K into Q square by R square. What is K? Newton meter square. Coulomb raised to -2. ഈ K ആണ് 1/4 pi epsilon 0. So answer is Newton meter square divided by Coulomb square or Coulomb raised to -2. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Which is bigger? 1 coulomb or charge on an electron എന്നാണ്. ഒരു കൂളംബ് ആണോ വലുത് അതോ ഒരു ഇലക്ട്രോണിക് ചാർജ് ആണോ വലുതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10 - 19 കൂളംബ് ആണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10 - 19 കൂളംബ് ആണ്. വിച്ച് വൺ ഈസ് ബിഗ്ഗർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കൂളംബ് ആണോ വലുത് അതോ 1.6 into 10 - 19 കൂളംബ് ആണോ വലുത്? സിമ്പിൾ ആണ്, ഒരു കൂളംബ് ആണ് വലുത്. വണ്ണിനേക്കാൾ ഒരുപാട് ചെറുതാണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. സോ വിച്ച് വൺ ഈസ് ബിഗർ? 1 കൂളംബ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഏതാണ്? കൂളംബ് ആണ്. കൂളംബ് ആണ് SI യൂണിറ്റ്. സോ ആൻസർ ഈസ് കൂളംബ്. ഇനി SI യൂണിറ്റ് കൂളംബാണ്. എന്താണ് CGS യൂണിറ്റ്? സ്റ്റാറ്റ് കൂളംബാണ്. CGS യൂണിറ്റ് എന്താണ്? സ്റ്റാറ്റ് കൂളംബ്. ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്, ഫ്രാങ്ക്ലിൻ എന്നൊക്കെ പേരുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ചാർജ്? കൂളംബ്. വാട്ട് ഈസ് എ CGS യൂണിറ്റ്? സ്റ്റാറ്റ് കൂളംബ്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിക് ചാർജ് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ സച്ച് ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ. ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ക്വാണ്ടൈസേഷൻ Q is equal to ± NE എന്നാണ്. ചാർജ് ട്രാൻസ്ഫറുകൾ എങ്ങനെ സംഭവിക്കാം? ഇലക്ട്രോൺസ് പോകാം, ഇലക്ട്രോൺസ് വരാം. എങ്ങനെ വരാം? ഓൺലി ഇൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ
2 ഇലക്ട്രോൺ 5 ഇലക്ട്രോൺ എന്ന് പറയും. അല്ലാണ്ട് 2/3 ഇലക്ട്രോൺ 1.4 ഇലക്ട്രോൺ എന്ന് പറയില്ല. സോ n ഷുഡ് ബി ഓൾവേസ് എ ഇൻറ്റിജർ. ആൻഡ് വാട്ട് ഈസ് ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ? സോ transfer of electric charge can take place in such quantities which are integral multiples of charge of electron. What is